ഹെൻറി ഗുനിയൻ എന്ന പണ്ഡിതൻ ലൂർദിൽ നടക്കുന്ന അത്ഭുതങ്ങളെപ്പറ്റി ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. 1862 ആണ്ട് മുതൽ 40 വർഷക്കാലത്തേക്ക് ലൂർദിലെ ഗ്രോട്ടോയുടെ സമീപത്ത് എൻ്റെ വേനൽക്കാല വസതിയിൽ ഞാൻ വിശ്രമിച്ചു വരികയാണ്. ലൂർദ് പട്ടണത്തിൽ തന്നെ 10 കൊല്ലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ച് അനേകായിരം തീർത്ഥകരുടെയും അനേകശതം രോഗികളുടെയും ഗമന നിർഗമനങ്ങൾ ഞാൻ കണ്ടു. വൈദ്യവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന മറ്റു പലരെയും പോലെ അവിശ്വാസമുള്ളവനായിരുന്നു. വളരെ ജോലിത്തിരക്കുള്ളവനും സമയമൊട്ടും നഷ്ടപ്പെടുത്തുവാൻ നിവൃത്തിയില്ലാത്തവനുമാണ് ഞാൻ എന്നായിരുന്നു എൻ്റെ ഭാവം. അലക്ഷ്യതയും മുൻവിധിയും നിമിത്തം 30 വർഷക്കാലത്തേക്ക് ഏറ്റവും വിലയുള്ള സാക്ഷ്യങ്ങളെ വകവയ്ക്കാതെ ജീവിച്ചു. എതിർക്കാനാവാത്ത ശക്തിയോടുകൂടിയ തെളിവുകളും ഏറ്റവും ആശ്ചര്യാവഹമായി കൂടെ നടന്നുകൊണ്ടിരുന്ന രോഗശമനങ്ങളും പ്രബലമായി എന്നിൽ സ്വാധീനശക്തി ചെലുത്തി. ഒടുവിൽ എൻ്റെ ശിരസ്സ് കുനിക്കുകയും എനിക്കുണ്ടായ ബോധ്യത്തെ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ലൂർദിലെ ഈ മെഡിക്കൽ ബ്യൂറോയിൽ അത്ഭുതങ്ങളുടെ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ലോകത്തിലെ അന്യാദൃശ്യമായ ഈ ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായവയെ പരമാർത്ഥ ബുദ്ധികളും നിഷ്കളങ്ക മാനസരുമായ സകലരെയും ഞാൻ ഇപ്പോൾ അറിയിച്ചുകൊള്ളുന്നു. പ്രാർത്ഥന. ദൈവമേ, അങ്ങ് പരിശുദ്ധ കന്യകയെ അങ്ങേ മാതാവായി തെരഞ്ഞെടുത്ത് മഹത്വപ്പെടുത്തിയതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത പറയുന്നു. ദൈവജനനി, അങ്ങ് സർവ്വസൃഷ്ടികളിലും ഉന്നതയാണ്. അങ്ങ് ഞങ്ങളുടെ അഭിമാനപാത്രവും അത്രേ. ഞങ്ങൾ അവിടുത്തെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ഹീനതയെ മനസ്സിലാക്കുന്നു. അവിടുത്തെ അനുസ്മരിച്ച് കൂടുതൽ വിശുദ്ധി പ്രാപിച്ച് അങ്ങേ ദിവ്യസുതൻ്റെ യഥാർത്ഥ അനുഗാമികളായി തീരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. സർവോപരി ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾക്കും അങ്ങേ അനുഗ്രഹവർഷമുണ്ടാകട്ടെ. ലോകസമാധാനവും മാനവകുലത്തിന് മാനസാന്തരവും ഐക്യവും സാധിച്ച് തിരുസഭ വിജയം വരിക്കുന്നതിനുള്ള കൃപ ലഭിച്ചു തരണമേ. സുഹൃതജപം. ഉണ്ണീശോയെ ഉദരത്തിൽ സംവഹിച്ച മാതാവേ, അങ്ങേ തിരുക്കുമാരനെ ഹൃദയത്തിൽ സംവഹിക്കുവാൻ കൃപ ചെയ്യണമേ.